സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ ചേച്ചിയും എൻ്റെ ചേട്ടന്മാരും ഒക്കെ സ്പോർട്സിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. ആ സ്കൂളിൽ ഞങ്ങളുടെ സ്പോർട്സ് ഡ്രിൽ മാഷ്, അന്ന് ഡ്രിൽ മാഷ് ആയിരുന്നത് NJ പോൾ എന്ന് പറഞ്ഞ സാറാണ്. സാറിന് വളരെയേറെ ആത്മാർത്ഥതയും സിൻസിയാരിറ്റിയും ഉള്ള സാറായിരുന്നു. കാരണം ഒരുപാട് ഗെയിംസും സ്പോർട്സും എല്ലാം കുട്ടികളെ ചെയ്യിപ്പിക്കുമായിരുന്നു. അന്ന് ഞങ്ങളെ അവിടെ മലയോര ഗ്രാമത്തിലാകെ ഒരു സ്കൂളേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം 10-30 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ആലക്കോട് മഹാരാജ നിർമ്മിച്ച ഒരു സ്കൂളായിരുന്നു അത്, ആലക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ ഏകദേശത്തിലൊരു 2500-3000 കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഒരു ഗ്രൗണ്ടും അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യും. അത്ലറ്റിക്സ് മാത്രമല്ല, എല്ലാ ഗെയിംസും പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ സിസ്റ്റേഴ്സൊക്കെ ധാരാളം സമ്മാനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ വരാറുണ്ടായിരുന്നു. പണ്ട് കാലത്ത് ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിരുന്ന ടിഫിൻ ബോക്സ് അലൂമിനിയത്തിൻ്റെ ടിഫിൻ ബോക്സ് ആയിരുന്നു. അവർക്ക് പ്രൈസ് കിട്ടി. അവർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ടിഫിൻ ബോക്സിൽ ചോറ് കൊണ്ടുപോകുമ്പോൾ എനിക്കെന്നും ആഗ്രഹമായിരുന്നു അതുപോലെ ഒന്ന് കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ എന്നും ആഗ്രഹിക്കും. അവരോട് ചോദിച്ചാലൊട്ട് തരികയില്ല. അങ്ങനെ ഞാൻ 6ാം ക്ലാസ്സിലൊക്കെ എത്തിയ സമയത്ത് സ്പോർട്സ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വളരെ ചെറുതായതുകൊണ്ട് സാറൊന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. ഇവർ ഗെയിംസിന് പോകുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്ത് വെറുതെ പോയി ലോങ് ജമ്പ് എടുത്ത് ചാടും. ഇത് ഒരു ദിവസം ഞങ്ങളുടെ ഡ്രിൽ മാഷ് കണ്ടിട്ട്, പോൾ സാറ് കണ്ടിട്ട്, എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഉണ്ട് സാറെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നാളെ തൊട്ട് നീ പോര്, പ്രാക്ടീസ് ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ വെറുതെ പോയി എന്നും ലോങ് ജമ്പ് ചാടും. അല്ലാണ്ട് വേറെ പ്രാക്ടീസ് ഒന്നും ഇല്ലായിരുന്നു. വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓടി വരും, പിന്നെ ലോങ് ജമ്പ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യിക്കും. സാറ് ഈ മണ്ണിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയൊരു പേപ്പർ കഷ്ണം വയ്ക്കും. നീ ചാടുമ്പോൾ ഇതിനപ്പുറത്ത് ചാടണമെന്ന് പറയും. എപ്പോൾ ചാടിയാലും ഞാൻ അപ്പുറത്ത് ചാടും. അപ്പം സാറിന് തന്നെ തോന്നിയിട്ടുണ്ടാകും ശരിക്കും ടാലൻ്റ് ഉണ്ടാകും, ചെയ്യിക്കാം. അങ്ങനെ സാറ് എന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. അങ്ങനെ 6ലും 7ലൊന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആനുവൽ സ്പോർട്സ് മീറ്റിന് മാത്രം പങ്കെടുക്കും. പക്ഷേ സമ്മാനമൊന്നും കിട്ടാറില്ലായിരുന്നു. അങ്ങനെ 8ാം ക്ലാസ്സിലെത്തിയ സമയത്ത് സ്കൂൾ മീറ്റിൽ പങ്കെടുത്തു. പക്ഷേ എനിക്ക് മെഡലുകളൊന്നും കിട്ടുമോ അല്ല ഒരു സ്ഥാനവും വന്നില്ല. 9ാം ക്ലാസ്സിലെത്തിയപ്പം 100 മീറ്ററും 200 മീറ്ററും എനിക്ക് 2ാം സ്ഥാനം കിട്ടി. അന്ന് സ്കൂളിൽ നിന്നൊന്നും 2ാം സ്ഥാനം കിട്ടുന്ന കുട്ടികളെയൊന്നും ഡിസ്ട്രിക്ട് മീറ്റിന് കൊണ്ടുപോകില്ല. പക്ഷേ എൻ്റെ ആ ഉള്ളിലുള്ള അതൊന്നും പോയില്ല. 10ാം ക്ലാസ്സിലെത്തിയിട്ട് ഞാൻ വീണ്ടും പ്രാക്ടീസ് ചെയ്ത് ആ കൊല്ലം ഞാൻ പങ്കെടുത്ത എല്ലാ ഇവൻറ്റിലും ഞാൻ ഫസ്റ്റ് വന്നു. അങ്ങനെ സാറെന്നെ ജില്ലാ മീറ്റിന് കൊണ്ടുപോയി. ജില്ലാ മീറ്റിൽ പോയി ഞാൻ പങ്കെടുത്ത എല്ലാ ഇവൻറ്റിലും ഫസ്റ്റ് വന്നു. ലോങ് ജമ്പ് ഒഴികെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈവൻറ്റ് ലോങ് ജമ്പ്. അന്ന് മേഴ്സി കുട്ടനുണ്ടായിരുന്നു ലോങ് ജമ്പിൽ. മേഴ്സി ഫസ്റ്റ് വന്നു, ഞാൻ 2ാമതും. അവിടുന്ന് ആദ്യമായിട്ട് നമ്മൾ സ്റ്റേറ്റ് മീറ്റിന് പോകേണ്ട, പാലാ സ്റ്റേറ്റ് മീറ്റാണ്. അന്ന് പാലായിൽ വെച്ചായിരുന്നു, ഇവിടെ അടുത്ത് പാലായിൽ വെച്ചായിരുന്നു സ്റ്റേറ്റ് മീറ്റ് നടന്നത്. അന്ന് പാലായിൽ മീറ്റിൽ പങ്കെടുത്ത് എനിക്ക് 100 മീറ്റർ 200 മീറ്ററിലും പ്രൈസൊന്നും വന്നില്ലെങ്കിലും ലോങ് ജമ്പിൽ ബ്രോൺസ് മെഡൽ വന്നു. മേഴ്സി കുട്ടനും മല്ലികയ്ക്കും പിന്നിൽ 3ാം സ്ഥാനം വന്നു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ ഒരു സ്റ്റേറ്റ് മെഡൽ വരികയായിരുന്നു. അത് ഭയങ്കര ആഘോഷമായി. സാറിനും ഒരുപാട് പേർ, സാറിനും ഒക്കെ എല്ലാം ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരു സ്റ്റേറ്റ് മെഡൽ നമ്മുടെ സ്കൂളിലേക്ക് വന്നപ്പോൾ അവിടെ നിന്ന് 10ാം ക്ലാസ്സിലെത്തി. ഇനി എന്ത് എന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ കേരള ഗവൺമെൻറ് ആദ്യമായിട്ട് സ്പോർട്സ് ഹോസ്റ്റൽ തുടങ്ങുന്നു എന്നറിഞ്ഞത്. അങ്ങനെ നമ്മുടെ സ്പോർട്സ് സാറ്, ഞങ്ങളുടെ PT മാഷ് എൻ്റെ വീട്ടിൽ വന്ന് ചാച്ചനോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ ട്രയലിന് കൊണ്ടുപോയി. ആ ട്രയലിൽ ഞാൻ നന്നായി ചെയ്തു. എനിക്ക് സ്പോർട്സ് ഹോസ്റ്റലിലേക്ക് അഡ്മിഷനും കിട്ടി. പക്ഷേ ചാച്ചനും അമ്മയ്ക്കൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു സ്പോർട്സൊക്കെ ചെയ്യിക്കാൻ. കാരണം മൂത്തവരും എല്ലാ കുട്ടികളും ചെയ്യുന്നതായിരുന്നു. സെലക്ഷൻ ട്രയൽസ് എല്ലാം കഴിഞ്ഞ് പാലക്കാട് മേഴ്സി കോളേജിൽ എനിക്ക് പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടി. പാലക്കാടും അതേപോലെ തന്നെ പാലാ അൽഫോൻസ കോളേജിലും, ഈ 2 കോളേജിലുമായിരുന്നു വിമൻ സ്പോർട്സ് ഹോസ്റ്റൽ തുടങ്ങിയത്. അതിനു മുമ്പ് സ്പോർട്സ് സ്കൂൾ, GV രാജ സ്പോർട്സ് സ്കൂളും കണ്ണൂർ സ്പോർട്സ് ഡിവിഷനും തുടങ്ങിയിരുന്നു. അതിനു മുമ്പ് തന്നെ കോളേജിൽ തുടങ്ങിയിരുന്നത് ആദ്യമായിട്ടാണ് ഗവൺമെൻറ്. അവിടെയാണ് അഡ്മിഷൻ കിട്ടിയത്. ഞങ്ങൾ 11 പേരുണ്ടായിരുന്നു, മേഴ്സിക്കുട്ടനുൾപ്പെടെ. 100 മീറ്ററിൽ ആദ്യമായിട്ട് 12 സെക്കൻഡിൽ താഴ്ത്തി ഓടിയ നമ്മുടെ ശ്രീകുമാരിയമ്മ അടക്കം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആകെ 11 പേർ. ആ 11 പേരും നാഷണൽ അത്ലറ്റ്സുകളായി. ഇന്നെല്ലാവരും പല സ്ഥലങ്ങളിലും ജോലികളിലും, എല്ലാവരും ഈ റെയിൽവേയിൽ അതുപോലെയുള്ള പല സ്ഥലത്തും ജോലികൾ കയറി എല്ലാവരും നല്ല നിലയിലാണ് അവരെല്ലാം. അതിനുശേഷം
ഈ മേഴ്സി കോളേജിൽ നിന്നാണ് ഞങ്ങൾ ഇൻ്റർ യൂണിവേഴ്സിറ്റിക്ക് പോകുന്നത്. മേഴ്സി കോളേജിലെ സ്പോർട്സ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഹോസ്റ്റലിലെ കുട്ടികളോട് തന്നെ അതേ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു ഞങ്ങൾക്കും അക്കോമഡേഷൻ. പക്ഷേ അന്നത്തെ പാലക്കാടത്തെ ആ കൊടും ചൂടിൽ ഏറ്റവും ദാരുണമായ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഫാനില്ലായിരുന്നു. അതായിരുന്നു ഏറ്റവും സങ്കടകരമായ അവസ്ഥ. കാരണം പാലക്കാടത്തെ 40-45 ഡിഗ്രി ചൂടിൽ ഹോസ്റ്റലിൽ ഫാനില്ലായിരുന്നു. ഞങ്ങൾ അവസാനം ഈ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വന്ന് ചൂടുള്ള നിലത്തായിരുന്നു കിടക്കുക. അവസാനം ഞങ്ങളെല്ലാം പറഞ്ഞ ശേഷം അത് ഹോസ്റ്റലിൽ ഫാനൊക്കെ അവർ ഏർപ്പെടുത്തി തന്നു. അതേപോലെ തന്നെ ഹോസ്റ്റലിൽ 500 കുട്ടികളിലധികം ഉണ്ടായിരുന്നു. ആ ഹോസ്റ്റലിൽ 2 റൂമായിരുന്നു ഞങ്ങൾക്ക് തന്നിരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ മേഴ്സി കോളേജിൽ വലിയൊരു ഗ്രൗണ്ടുണ്ട്, ആ ഗ്രൗണ്ടിലാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. മേഴ്സി കോളേജിൽ എത്തിയ ശേഷമാണ് ഒരു സിസ്റ്റമാറ്റിക് ട്രെയിനിങ് തുടങ്ങിയത്. അന്ന് ഞങ്ങളുടെ കോച്ച് കുട്ടി സാറായിരുന്നു, AK കുട്ടി. സാറിന്ന് ജീവിച്ചിരിപ്പില്ല. ഒരു 13 വർഷം മുമ്പ് സാറ് മരിച്ചുപോയി. അവിടെ നിന്ന് ഞങ്ങൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് മേഴ്സി കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരായി. അതേ വർഷം തന്നെ ഇൻ്റർ യൂണിവേഴ്സിറ്റിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരുമായി. അങ്ങനെ അവിടെ ചരിത്രം തിരുത്തി കുറിച്ചു ഞങ്ങൾ ഈ 11 പേരെ കുട്ടികളെ വെച്ച്. അതിന് ഫസ്റ്റ് ഇയറിൽ തന്നെ എനിക്ക് ഇൻ്റർ യൂണിവേഴ്സിറ്റിക്ക് മെഡലുകളൊന്നും വന്നില്ലായിരുന്നു. അന്നൊക്കെ സാധാരണ മെഡൽ വരാത്ത കുട്ടികളൊക്കെ ബാക്കിയുള്ള കുട്ടികൾക്ക് ഓറഞ്ച് കൊടുക്കാനും ഗ്ലൂക്കോസ് കൊടുക്കാനാണ് നമ്മൾ സഹായത്തിനാണ് പോവുക. അങ്ങനെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലെത്തിയപ്പോഴത്തേക്കും ഇൻ്റർ യൂണിവേഴ്സിറ്റി ഹഡിൽസിൽ ഞാൻ ചാമ്പ്യനായി. അവിടെ നിന്ന് ഈ 2 വർഷം കഴിഞ്ഞപ്പം ഇനി എന്ത് എന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മൾ കോച്ച് കുട്ടി സാറിന് പാലക്കാട് മേഴ്സി കോളേജിൽ നിന്ന് കണ്ണൂർ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ആയത്. അപ്പോൾ ഞാനും മേഴ്സിക്കുട്ടനും ഞങ്ങൾ 2 പേര് കണ്ണൂരുകാരാണല്ലോ, ഞങ്ങൾ കണ്ണൂർ പോയി നിന്ന് സാറിൻ്റെ കീഴിൽ പരിശീലനം നേടി. മേഴ്സി കോളേജിൽ 2 വർഷത്തേക്ക് മാത്രമായിരുന്നു സ്പോർട്സ് ഹോസ്റ്റൽ. അതിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ കണ്ടിന്യൂസ് പഠിക്കാൻ പറ്റില്ല സ്പോർട്സ് ഹോസ്റ്റലിൽ. അങ്ങനെ ഞങ്ങളാണ് കണ്ണൂരിലേക്ക് പോയത്. കണ്ണൂരിൽ ഒരു പ്രൈവറ്റ് ഹോസ്റ്റലിൽ നിന്നിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു. പഠിക്കാൻ അന്ന് പിന്നെ പഠിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അതേ വർഷം അവിടെ വെച്ചായിരുന്നു ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടായത്. അന്ന് ഞാൻ 100 മീറ്റർ ഹഡിൽസാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഞാൻ 400 മീറ്ററിലേക്ക് സ്വിച്ച് ഓവർ ചെയ്തു. കാരണം പുതിയതായിട്ട് ഈ ഈവൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞ സമയത്ത് വേഗം സ്വിച്ച് ഓവർ ചെയ്ത് 400 ഹഡിൽസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ വർഷം അവിടെ പോലീസ് മൈതാനിയിലായിരുന്നു ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് കണ്ണൂർ. ആ വർഷം അവിടെ പ്രാക്ടീസ് ചെയ്ത് ആ വർഷത്തെ ഇൻ്റർ സ്റ്റേറ്റ് മീറ്റിൽ 5 ഗോൾഡ് വന്നു. ബാംഗ്ലൂർ നടന്ന ഇൻ്റർ സ്റ്റേറ്റ് മീറ്റിൽ 1981 5 ഗോൾഡ്. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു 5 ഗോൾഡ് ഒരുമിച്ച് വരുന്നത്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9955442222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഞാൻ സ്കൂളിൽ പഠിച്ചപ്പം ഉണ്ടായ 1-2 സംഭവങ്ങൾ ഞാൻ പറയാം. സാധാരണ ഞാൻ പറഞ്ഞുവല്ലോ സ്കൂളിലേക്ക് പോകുന്നത് 3-4 കിലോമീറ്റർ നടന്ന് പുഴയൊക്കെ മുറിച്ച് കടന്നാണെന്നുള്ളത്. ഒരിക്കൽ ഞങ്ങൾ മഴക്കാലമായിരുന്നു, പക്ഷേ അത്ര വലിയ മഴയുണ്ടായിരുന്നില്ല. പാലത്തിൽ കൂടെ പോകണമെന്ന് വീട്ടിൽ പറഞ്ഞു വിട്ട സമയത്ത് ഞാനും എൻ്റെ ആങ്ങളുടെ മോളും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടിയാണ് സ്കൂളിലേക്ക് പോയത്. പോയ സമയത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് പുഴ മുറിച്ച് കടന്ന് പോയാൽ എന്താണെന്ന് ചോദിച്ചു. പാലം കടന്ന് പോകണമെങ്കിൽ ഏകദേശം ഒരു 2 കിലോമീറ്റർ ചുറ്റി വളഞ്ഞു പോകേണ്ടി വരും. അതിന് പകരം പെട്ടെന്ന് ഷോർട്ട് കട്ട് വഴി കടക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു നമുക്ക് പുഴ കടന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പം അവൾ എന്നേക്കാൾ 4 വയസ്സ് കൂടെ കുറവുള്ള കുട്ടിയായിരുന്നു. അപ്പം നമ്മൾ ഒഴുകി പോയാൽ എന്ത് ചെയ്യും ചേച്ചിയും ചോദിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു സാരമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ചാടി കടക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പുഴ കടക്കാൻ പോയി. പുഴ കടന്ന് പുഴയുടെ നടുവിൽ ഒരു പാറക്കല്ലുണ്ടായിരുന്നു. അവിടേക്ക് ഞാൻ ഏകദേശം ചാടി കടന്നു. അത് കഴിഞ്ഞ് ഇവളുടെ കയ്യെ പിടിച്ച് ഇങ്ങോട്ട് കയറ്റിയ സമയത്ത് എങ്ങനെയോ കുട കൈവിട്ടു പോയി. അതോടൊപ്പം അവളും കൈവിട്ടു പോയി. അങ്ങ് പുഴയിലേക്ക് ചാടി. ഞാൻ വേഗം പുഴയിലേക്ക് ചാടി അവളെ വലിച്ചു കയറ്റി. പക്ഷേ പുസ്തകവും കുടയും എല്ലാം കൈവിട്ടു പോയി. അന്ന് ആകെ നനഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. പക്ഷേ സ്കൂളിലേക്ക് പോകാൻ കഴിയില്ലല്ലോ ആ അവസ്ഥയിൽ. അന്ന് ഒരുപാട് തല്ലെല്ലാം കിട്ടി. പുഴ കടന്നു പോയത് ഇനി ഒരിക്കലും പുഴ കടന്നു പോകരുതെന്ന് അവിടെ വെച്ച് സത്യം ചെയ്യിച്ചു. പാലം കടന്നേ പോകാവുള്ളൂ എന്ന്. അതുപോലെ തന്നെ പല സമയത്തും സ്കൂളിൽ ലേറ്റായിട്ട് ചെല്ലുമ്പം ക്ലാസ് ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പുറത്ത് നിർത്തും.
അതുകൂടാതെ രാവിലത്തെ പ്രാക്ടീസ് കഴിഞ്ഞ് ലേറ്റായിട്ട് നമ്മൾ ക്ലാസ്സിലെത്തുന്നുണ്ടോ ആ സമയത്ത് ടീച്ചർ പുറത്ത് നിർത്തും. അന്ന് നമ്മുടെ ആ ചുറ്റുവട്ടത്തൊന്നും സ്കൂളുകളില്ലാത്തതുകൊണ്ട് ഇത്രയധികം സ്കൂളിൽ കുട്ടികൾ വരുന്നതും കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനായിരുന്നു അന്ന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഈ സ്പോർട്സിനൊന്നും ആരും അത്ര പ്രാധാന്യം കൊടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ വെറുതെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ലേറ്റായിട്ട് വരുന്നത് കണ്ടാൽ ടീച്ചർ ചീത്ത വിളിക്കും. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ അനുഭവം മേഴ്സി കോളേജിലും. ഞങ്ങൾ മേഴ്സി കോളേജിൽ എത്തിയ ശേഷം അവിടെ സിസ്റ്റേഴ്സിൻ്റെ കോളേജാണല്ലോ മേഴ്സി കോളേജ്. ക്ലാസ് എടുക്കുന്നതൊക്കെ സിസ്റ്റേഴ്സ് തന്നെയായിരുന്നു പലരും. ഞങ്ങൾ ഈ പ്രാക്ടീസിനൊക്കെ ചെറിയ സ്കേർട്ടൊക്കെ ഇട്ട് പോകുന്നതൊന്നും സിസ്റ്റേഴ്സിന് തീരെ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ സിസ്റ്റേഴ്സ് ഞങ്ങളെ ഏറെ ടോർച്ചർ ചെയ്യുമായിരുന്നു ക്ലാസ്സിലെത്തി കഴിയുമ്പം. ക്ലാസ്സിലെത്തിക്കഴിഞ്ഞാൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പിള്ളേരെല്ലാം ഉറങ്ങും. അറിയാതെ ഉറങ്ങുമ്പോൾ ടീച്ചർ ചോക്ക് വെച്ചൊക്കെ നല്ല ഏറ് കിട്ടും. എന്നിട്ട് പറയും, ചുമ്മാ ഗ്രൗണ്ടിൽ പോയി ചാട്ടവും കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് കിടന്നുറങ്ങുന്നോ, പോയിക്കോ എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടും. അത് കിട്ടിയ ചാൻസ് എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും സുഖമായിട്ട് പോയി ഹോസ്റ്റലിൽ പോയി ഉറങ്ങാറുണ്ടായിരുന്നു സാധാരണ. ഇത് കോളേജിൽ ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതായിരുന്നു. ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടും, ഹോസ്റ്റലിൽ പോയി ഉറങ്ങും. ഞങ്ങൾ കണ്ണൂർ പ്രാക്ടീസ് ചെയ്തിരുന്ന സമയത്ത് ഞാനും മേഴ്സിയും ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലായിരുന്നു നിന്നിരുന്നത്. സാധാരണ ജോലി ഇല്ലാത്ത ഞങ്ങൾക്ക് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടുക വളരെ ബുദ്ധിമുട്ടായിരുന്നു. അന്ന് കണ്ണൂർ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, എംബിആർ ഡോക്ടർ. ആ ഡോക്ടറുടെ ഹോസ്പിറ്റലിലെ നേഴ്സൊക്കെ ആണെന്ന് പറഞ്ഞ് ഒരു സർട്ടിഫിക്കറ്റ് തന്ന ശേഷമാണ് ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടിയത്. പക്ഷേ അന്ന് ഹോസ്റ്റലിൽ താമസിക്കണമെങ്കിൽ നല്ല ഫീസ് കൊടുക്കണമായിരുന്നു. ആ ഫീസ് ഞങ്ങൾക്കുണ്ടായത് ഞങ്ങൾ തലേവർഷം ഇൻ്റർ യൂണിവേഴ്സിറ്റിക്ക് പോയതിൻ്റെ അവാർഡ് കിട്ടിയ പൈസ കൊണ്ടായിരുന്നു ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വർഷം കണ്ണൂർ നിന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ 400 മീറ്റർ ഹഡിലേക്ക് സ്വിച്ച് ഓവർ ചെയ്തു എന്ന്. ആ 400 മീറ്റർ ഹഡിൽസ് ആയിരുന്നു ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. മേഴ്സിക്കുട്ടൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് ലോങ് ജമ്പിലുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരാണ്. പിന്നെ പ്ലസ് സ്പോർട്സ് സ്കൂളിലെ കുട്ടികളുണ്ടായിരുന്നു, 90 കുട്ടികളുണ്ടായിരുന്നു സ്പോർട്സ് സ്കൂളിലെ കുട്ടികൾ. അവരുടെ ഒപ്പമായിരുന്നു ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് നാൾ അവിടെ സ്പോർട്സ് സ്കൂളിലെ ഹോസ്റ്റലിൽ ഞങ്ങൾ നിന്നിരുന്നു. കണ്ണൂരിൽ നിന്ന് തിരിച്ച് പാലക്കാട് എത്തി. വീണ്ടും പ്രാക്ടീസ് പാലക്കാടായിരുന്നു. അതിനുശേഷമാണ് 2 ദേശീയ മീറ്റുകളിൽ പങ്കെടുത്ത് 9 സ്വർണം നേടിക്കഴിഞ്ഞിട്ടാണ് ഒരു അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു ഏഷ്യൻ മീറ്റിന് ഞാൻ പോണത്. അത് 81 ടോക്കിയോയിൽ വെച്ച് നടന്ന ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് മീറ്റിനാണ് ഞാൻ പോയത്. ആദ്യമായിട്ട് ഒരു അന്തർദേശീയ മീറ്റിൽ പങ്കെടുക്കുന്നതും ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിൻ്റെയും ആവേശത്തിലായിരുന്നു ഒരു 20 വയസ്സുള്ള പെൺകുട്ടി. ടീമിൽ ഞാനും മേഴ്സിക്കുട്ടനും മാത്രമേ മലയാളികളായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമുക്ക് ഫെഡറേഷൻ യൂണിഫോമും പെട്ടിയും ഇതെല്ലാം റെഡിയായി ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ടോക്കിയോയിലേക്ക്. ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ ഡൽഹിയിലെത്തി. ഡൽഹി എയർപോർട്ടിലേക്കായിരുന്നു ഞങ്ങൾ പോയത്. ഡൽഹിയിൽ നിന്ന് ടോക്കിയോയ്ക്കായിരുന്നു ഫ്ലൈറ്റ്. ആദ്യമായിട്ട് ആ ഫ്ലൈറ്റൊക്കെ കാണുന്ന ആവേശത്തിലായിരുന്നു. ചെക്ക് ഇൻ ചെയ്ത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞ ശേഷം ടോക്കിയോ കാണുന്നതിനുള്ള ആവേശത്തിലായിരുന്നു ഞങ്ങൾ. കയറുമ്പോഴെല്ലാം വളരെയേറെ സുഖമായിരുന്നു. അതിനുശേഷം എയർ പോക്കറ്റിൽപ്പെട്ട് ഫ്ലൈറ്റ് വളരെയധികം താഴേക്കും മുകളിലേക്കും ചാഞ്ചാടാൻ തുടങ്ങിയ സമയത്താണ് ഒരു വോമിറ്റിംഗ് സെൻസേഷൻ വന്ന് ആകെ ഛർദ്ദിച്ച് നാശമായി കുട്ടികളൊക്കെ, ഞാനുൾപ്പെടെ. അങ്ങനെ ഞങ്ങൾ ജപ്പാനിൽ ലാൻഡ് ചെയ്തു, ടോക്കിയോയിൽ ലാൻഡ് ചെയ്ത് എത്തിക്കഴിഞ്ഞപ്പം അവിടം ടോക്കിയോ അങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. പിങ്ക് ചെറി ബ്ലോസം ചെടികളുടെ അങ്ങനെ ആ വസന്തകാലമായിരുന്നു ആ സമയം. കാണാൻ അതിഭംഗിയിൽ ഇങ്ങനെ ജപ്പാൻ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ആ ഭംഗി, അത് ഒരിക്കലും ഇപ്പോഴും എൻ്റെ കണ്ണിൽ തന്നെയുണ്ട്, മറക്കാനേ കഴിയുന്നില്ല. പക്ഷേ അതിലേറെ ഒരു അന്താരാഷ്ട്ര മീറ്റിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭയവും ഉണ്ടായിരുന്നു. ഞങ്ങൾ ടോക്കിയോയിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇന്ത്യൻ ടീമിന് അക്കോമഡേഷൻ എല്ലാം ഹോട്ടലിലായിരുന്നു. നേരെ എല്ലാ ടീം അംഗങ്ങളെല്ലാം ഹോട്ടൽ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം തന്നെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. വാമപ്പ് ഗ്രൗണ്ടിലുണ്ടായിരുന്നു. മീറ്റ് നടക്കുന്ന അതേ ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾക്ക് പ്രാക്ടീസും. അങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ടോക്കിയോ എല്ലാം ചുറ്റിക്കറങ്ങി കണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. എൻ്റെ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് സെറമണി ഉണ്ടായിരുന്നു. ഓപ്പണിംഗ് സെറമണി കഴിഞ്ഞ് 3-ാമത്തെ ദിവസമായിരുന്നു എൻ്റെ ഈവൻറ്റ്. എനിക്കും മേഴ്സിക്കുട്ടനും ഞങ്ങൾ 2 മലയാളികൾ മാത്രമേ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പുറത്തുനിന്നുള്ള സ്റ്റേറ്റിൽ നിന്നുള്ളായിരുന്നു. 3-ാം ദിവസം എൻ്റെ ഈവൻ്റായ 400 മീറ്റർ ഹഡിൽസ് ആയിരുന്നു. ഹഡിൽസ്
അന്നിൽ പങ്കെടുക്കുന്ന 8 കുട്ടികൾ, അന്ന് ഹീറ്റ്സ് ഉണ്ടായിരുന്നില്ല, ഡയറക്റ്റ് ഫൈനലായിരുന്നു. ആ ഫൈനലിൽ 8 കുട്ടികളിലും ജാപ്പാനീസും ചൈനീസും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ആരെയും എനിക്കറിയില്ലായിരുന്നു. ഞങ്ങളെ ഫസ്റ്റ് കോൾ വിളിച്ചു. വാമപ്പ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളെ സ്റ്റാർട്ടിംഗ് ബ്ലോക്കിലേക്ക് വിളിക്കുകയാണ്. ഓൺ യുവർ മാർക്ക് വിളിച്ച സമയത്ത് എല്ലാവരും സ്റ്റാർട്ടിംഗ് ബ്ലോക്കിൽ ഇരുന്നു. വെടിയൊച്ച മുഴങ്ങിയതും ഒരൊറ്റ പോക്കായിരുന്നു. ആദ്യത്തെ അപ്രോച്ച് ഹേഡിൽ 45 മീറ്റർ കഴിഞ്ഞായിരുന്നു ഫസ്റ്റ് ഹേഡിൽസ്. ആ ഹേഡിൽസ് അതുപോലെ തന്നെ 9 ഹേഡിൽ വരേക്കും പോയി. അപ്പോഴത്തേക്കും ചൈനയുടെയും ജപ്പാൻ്റെയും കുട്ടികൾ ഫ്രണ്ടിലെത്തി. ഒരൊറ്റ സ്റ്റെപ്പ് മാത്രം. അവസാനത്തെ റണ്ണപ്പ് 40 മീറ്റർ അത് ആഞ്ഞു പിടിച്ചിട്ടും എനിക്ക് എത്താൻ കഴിഞ്ഞില്ല. 3-ാം സ്ഥാനത്ത് മാത്രമേ എത്താൻ കഴിഞ്ഞുള്ളൂ. ചൈന 1-ാം സ്ഥാനവും ജപ്പാൻ 2-ാം സ്ഥാനവും 3-ാം സ്ഥാനം ഇന്ത്യയും. അങ്ങനെ 3-ാം സ്ഥാനം നേടി ആദ്യമായിട്ട് ഒരു അന്താരാഷ്ട്ര ഒരു മെഡൽ നേടാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യം ഇന്നും എനിക്കുണ്ട്. അതിനുശേഷം വിക്ടറി സെറമണി, ആദ്യമായിട്ടാണ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഒരു വിക്ടറി സെറമണിക്ക് ഞാൻ നിൽക്കുന്നത്. ഞങ്ങളെ വിക്ടറി സെറമണിക്ക് വിളിച്ച സമയത്ത് ഞങ്ങൾ 3 പേരും 1-2 സ്ഥാനം 2-ാം സ്ഥാനം 3-ാം സ്ഥാനം കിട്ടിയവർ വിക്ടറി സ്റ്റാൻഡിനടുത്ത് വന്നു നിന്ന് ഓരോ രാജ്യത്തിൻ്റെയും പേര് വിളിക്കുമ്പോൾ അതാത് രാജ്യത്തിൻ്റെ 1, 2, 3 സ്ഥാനക്കാർ അങ്ങനെ കയറി നിൽക്കും. പക്ഷേ രാജ്യത്തിൻ്റെ ചൈനയുടെ ദേശീയ ഗാനം മുഴങ്ങിയപ്പോൾ വളരെയേറെ സങ്കടം തോന്നി. കാരണം 3-ാം സ്ഥാനത്തുള്ള നമ്മളുടെ ദേശീയ ഗാനം ഒരിക്കൽ 1-ാം സ്ഥാനം കിട്ടുന്നവരുടെ ദേശീയ ഗാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഫ്ലാഗ് 3 രാജ്യങ്ങളുടെ ഫ്ലാഗും അവർ ഉയർത്തും. 1, 2, 3 എന്നുള്ള ആ ലെവലിൽ തന്നെ ഉയർത്തും. അതിനുശേഷം മെഡൽ സെറമണി കഴിഞ്ഞ ശേഷമായിരുന്നു മേഴ്സിക്കുട്ടൻ്റെ ഇവൻറ്റ്. മേഴ്സിക്കുട്ടൻ്റെ ലോങ് ജമ്പിൽ മേഴ്സിക്കുട്ടനും 3rd വന്നു. അതിലും ഒരുപാട് സന്തോഷം തോന്നി. ഇന്ത്യക്ക് ഞങ്ങൾ 2 പേരും കേരളത്തിൽ നിന്നായതുകൊണ്ട് കേരളത്തിന് 2 ബ്രോൺസ് മെഡൽ കിട്ടി. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ ഇന്ത്യൻ ടീം തിരിച്ച് ടോക്കിയോയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലെത്തി. ഇന്ത്യയിൽ നിന്ന് ഡൽഹിയിലെത്തി. തിരിച്ച് വീണ്ടും ക്യാമ്പിലേക്ക് തന്നെയാണ് ഞങ്ങൾ പോയത്. കാരണം 82 ഏഷ്യൻ ഗെയിംസിൻ്റെ പ്രിപ്പറേഷൻ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പട്യാല, പഞ്ചാബിൽ. അതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് അവിടേക്കാണ് കംപ്ലീറ്റ് ടീം പോയത്. അതിനുശേഷം അവിടെയായിരുന്നു പ്രാക്ടീസ്. 81 കഴിഞ്ഞ് 82ലേക്ക് വീണ്ടും ഒരൊറ്റ വർഷം മാത്രമേ ഇനി ബാക്കിയുണ്ടായിരുന്നുള്ളൂ. 82 ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞ് ഒരു സ്വർണം ഉൾപ്പെടെ ഒരു വെള്ളിയും നേടിക്കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോയി. അവിടെ നിന്ന് ഈ എല്ലാ സ്വീകരണവും ഏറ്റുവാങ്ങിയ ശേഷം വീണ്ടും ഒളിമ്പിക്സിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് തിരിച്ച് ക്യാമ്പിലേക്ക് തന്നെ തിരികെ വന്നു. ആ സമയത്ത് ക്യാമ്പിലിരിക്കുമ്പോൾ തന്നെയാണ് അറിഞ്ഞത് പത്മശ്രീ അവാർഡ് പ്രഖ്യാപിച്ചതായിട്ട്. അപ്പം ക്യാമ്പിൽ മുഴുവൻ ആഘോഷമായിരുന്നു ശരിക്കും. കാരണം ഈ 22ാമത്തെ വയസ്സിൽ പത്മശ്രീ നേടുക എന്നുള്ളത് വളരെയേറെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് ശരിക്കും. അതിൻ്റെ പ്രാധാന്യം എന്തായിരുന്നു എന്ന് പോലും അറിയില്ലായിരുന്നു അന്നത്തെ ആ പ്രായത്തിൽ. പക്ഷേ അവാർഡ് പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു വിമൻ പത്മശ്രീ, ഒരു സ്ത്രീക്ക് ഒരു പത്മശ്രീ അവാർഡ് കൊടുക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. പിന്നീട് അത് വാങ്ങാൻ ഡൽഹിയിലേക്ക് പട്യാലയിൽ നിന്ന് ഞങ്ങൾ ഡൽഹിയിലേക്ക് പോവുകയാണ്. അവിടുന്ന് പക്ഷേ ഞങ്ങൾക്ക് കുടുംബാംഗങ്ങളെ ഒന്നും വിളിക്കാൻ കഴിഞ്ഞില്ല. കാരണം പട്യാലയിൽ നിന്ന് ഡയറക്റ്റ്ലി പോയിട്ട് വാങ്ങുകയായിരുന്നല്ലോ, ക്യാമ്പിലായിരുന്നു. അതുകൊണ്ട് നേരെ പോയിട്ട് പ്രസിഡൻ്റ് കയ്യിൽ നിന്നായിരുന്നു നമ്മൾ ഇത് വാങ്ങിയത്. അവിടെ എത്തി ഒരു ദിവസം ഡ്രസ് റിഹേഴ്സൽ ഉണ്ടാവും. 2 ദിവസത്തെ പരിപാടിയാണ്. ഡ്രസ് റിഹേഴ്സൽ ആദ്യം നമ്മളെ ഈ ഡ്രസ്സൊക്കെ തന്ന് കോട്ടൊക്കെ ഇട്ടത് ശേഷം തലേദിവസം നമുക്ക് ഡ്രസ് റിഹേഴ്സൽ ഉണ്ടാവും. എങ്ങനെ പോകണം, എങ്ങനെ പോയി വാങ്ങിക്കണം, അതിൻ്റെ പ്രോട്ടോക്കോൾ എങ്ങനെയാണെന്നുള്ളൊക്കെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പറഞ്ഞു തരും. ആ കൃത്യമായ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി എങ്ങനെ പോകണം, എങ്ങനെ തിരിഞ്ഞ് നടക്കണം, പോയി വാങ്ങണം, നമ്മുടെ ആ ഹാളിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത്, എങ്ങനെയാണ് തിരിഞ്ഞു പോകേണ്ടത്, എങ്ങനെയാണ് പോയി വാങ്ങേണ്ടത് എന്നെല്ലാം റിഹേഴ്സൽ ഉണ്ടാവും. ആ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ശരിക്കും പ്രസിഡൻ്റ് കയ്യിൽ നിന്ന് അവാർഡ് നമ്മൾ ഏറ്റുവാങ്ങി. ആ നിമിഷം വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമായിരുന്നു. രാജ്യത്തിന് വേണ്ടി ശരിക്കും അത് അർപ്പിക്കുകയാണ് ഞാൻ. പത്മശ്രീ ഏറ്റുവാങ്ങി അതിനുശേഷം ഞങ്ങൾ തിരിച്ച് പട്യാല ക്യാമ്പിലേക്ക് പോവുകയായിരുന്നു. 84 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൻ്റെ പ്രിപ്പറേഷൻ ക്യാമ്പിലേക്ക് തിരിച്ചുപോയി. അവിടെ നിന്ന് ഞങ്ങൾ ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലായിരുന്നു. അന്ന് ക്യാമ്പിൽ ഞാനും ഷൈനിയും വന്ദന റാവു, ഉഷയും ഗീതാ സുഷിയും, ആകെ 5 ലേഡീസ് മാത്രമേ ടീമിലുണ്ടായിരുന്നുള്ളൂ. ഈ 5 പേരിൽ ഞാനും ഷൈനിയും മാത്രമേ ക്യാമ്പിൽ എത്തിയിരുന്നുള്ളൂ. ആദ്യം ഞാനും ഷൈനിയും താമസിച്ചിരുന്നത് പട്യാല പാലസിൻ്റെ മുകളിൽ ഒരു വലിയ റൂമിലായിരുന്നു.
ആ ഭാഗത്തെങ്കിലും ഒരു മനുഷ്യനും, താഴെ കംപ്ലീറ്റ് ഓഫീസുകളാണ്. ആ ഓഫീസ് രാത്രി ആയാൽ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ട് അവർ തിരിച്ചു പോകും. സ്റ്റെയർ കൈസ് കയറി ഞങ്ങൾ മുകളിലത്തെ റൂമിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ 2 ചെറിയ കുട്ടികൾ മാത്രം താമസിച്ചിരുന്ന ഈ സ്ഥലത്ത് രാത്രി ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു ശരിക്കും. ഒന്നാമത് പ്രേതങ്ങളുടെ പേടി എന്ന് വെച്ചാൽ രാത്രി ഓട്ടോ ഫ്ലഷ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന സൗണ്ട് കേൾക്കും. അതുപോലെ ചെറിയ ചിലങ്കയുടെ സൗണ്ട് കേൾക്കും. അത് കേൾക്കുമ്പോൾ ഞങ്ങൾ പറയും പട്യാലയിൽ പണ്ട് താമസിച്ചിരുന്ന രാജാക്കന്മാരിൽ ആരെങ്കിലും മരിച്ചുപോയവരോ രാജ്ഞിമാരാരെങ്കിലും ആയിരിക്കുമെന്ന് പറയും. പക്ഷേ ഇത് പാലസിൻ്റെ പുറകിൽ 500 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ ഈ മരങ്ങളൊക്കെ കൂട്ടി ഒരയുന്ന സൗണ്ടുകളൊക്കെ ആയിരുന്നു അത്. ഞങ്ങളാകെ പേടിച്ച് ഭയന്നാണ് അവിടെ കഴിഞ്ഞിരുന്നത്. അതിനുശേഷം വന്ദന റാവു എത്തി. അങ്ങനെ ഞങ്ങൾ 2-3 പേരായി കഴിഞ്ഞപ്പോൾ പിന്നെ പേടിയൊക്കെ കുറച്ച് കുറഞ്ഞു. മെഡൽ പ്രതീക്ഷിച്ച് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. അവസാനം അത് ഫിനിഷ് ചെയ്തു. 1ഉം 2ഉം പോയി 3ഉം 4ഉം ഉഷയുടേതും നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ചു ഉഷ 3ാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു എന്നുള്ളത്. അങ്ങനെ ആവേശത്തോടെ സന്തോഷത്തോടെ കൈയെല്ലാം കൊട്ടി സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് അത് ആ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവരുടെ ഫിനിഷിങ്. അപ്പോൾ തന്നെ സംശയം തോന്നി. അത് റിസൾട്ട് അനൗൺസ് ചെയ്തതേയില്ല. കുറേ സമയം ഇങ്ങനെ കാണിച്ചുകൊണ്ട് സ്ക്രീനിൽ കാണിക്കുകയാണ്. ആ റണ്ണപ്പ്, അവസാനത്തെ ആ റണ്ണപ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തോ സംശയം തോന്നി, എന്താ പറ്റിയ, എന്തെങ്കിലും സംഭവിച്ചോ എന്താണെന്നുള്ളത്.